ഹായ്, നമസ്കാരം. രുചികളുടെ മഹാമേളയായ സദ്യയിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ കാണൂ, അതാണ് നമ്മുടെ സ്വന്തം അവിയൽ. മഹാഭാരതത്തിലെ ഭീമസേനൻ വിരാട രാജാവിന്റെ അടുക്കളയിൽ ആദ്യമായി ഉണ്ടാക്കിയതാണ് അവിയൽ എന്നാണ് കഥ. ബാക്കി വന്ന പച്ചക്കറികളെല്ലാം ചേർത്തുണ്ടാക്കിയ ആ വിഭവമാണ് സദ്യയിലെ ഏറ്റവും വലിയ താരം. സദ്യക്ക് വിളമ്പുന്ന രുചികരമായ അവിയലിന്റെ റെസിപ്പിയാണ് ഓണസദ്യ സീരീസിൽ നിങ്ങൾക്കായി തയ്യാറാക്കുന്ന 4ാമത്തെ വിഭവം. ആദ്യം തന്നെ അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ഒരേ വലിപ്പത്തിലും നീളത്തിലും അരിഞ്ഞെടുത്ത പച്ചക്കറികൾ ഇട്ടുകൊടുക്കാം. ആദ്യം തന്നെ ചേനയാണ് ഇട്ടുകൊടുക്കുന്നത്. പിന്നെ തൊലി കളഞ്ഞെടുത്ത കായ ഇട്ടുകൊടുക്കാം. ഇതിന് മീതെയായിട്ട് പടവലങ്ങയും ക്യാരറ്റും കുമ്പളങ്ങയും മുരിങ്ങാക്കായയും ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ടുകൊടുത്ത് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് ഒരു വാഴയില കൊണ്ട് മൂടി അടച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരമുറി തേങ്ങ ചിരകിയെടുത്തത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ജീരകം, 4-5 പച്ചമുളക് നടുവേ കഷ്ണങ്ങളാക്കിയത്, 5 ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി അടപ്പ് തുറന്ന് പകുതി വെന്ത പച്ചക്കറിയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ച് ചെറുതീയിൽ ഒരു 5 മിനിറ്റ് നേരം അരപ്പ് വേവാനായിട്ട് അടച്ചു വെക്കാം. ഇനി അടപ്പ് തുറന്ന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയ ശേഷം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി തൈര് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അവസാനം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തൂകിക്കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ രുചികരമായ അവിയൽ റെഡിയായി കഴിഞ്ഞു. ചൂട് ചോറിലേക്ക് ഈ അവിയൽ ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. നിങ്ങളും ഈ രീതിയിൽ വീട്ടിൽ അവിയൽ ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു നല്ല രുചിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.